നമ്മൾ രാവിലെ എണീറ്റ് മൊബൈൽ നോക്കുമ്പോൾ ആദ്യത്തെ മെസ്സേജ് തന്നെ ഒരു ലോൺ EMI അടയ്ക്കുന്ന റിമൈൻഡർ ആണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേറൊരു ബാങ്കിൽ നിന്ന് ഒരു കോൾ വരുന്നു, പുതിയ ലോൺ സാങ്ഷൻ ചെയ്തതിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേറെ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ അലേർട്ട് വരുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു തോന്നൽ വരാം, നമ്മൾ ജോലി ചെയ്യുന്നത് EMI അടയ്ക്കാനാണോ അതോ നമുക്ക് വേണ്ടിയാണോ? ഇത് ഇന്ത്യയിലെ നല്ലൊരു ശതമാനം ആളുകളുടെയും സ്ഥിതി ഇത് തന്നെയാണ്. ഒരു കണക്ക് പറയുന്നത് ഇന്ത്യയിലെ മിഡിൽ ക്ലാസിന്റെ ഒരു 45%-നും അവരുടെ ഇൻകത്തിന്റെ 40% കൂടുതലാണ് EMI അടയ്ക്കുന്നതെന്നാണ്. തുടക്കത്തിൽ ചിലപ്പോൾ ഒരു പേഴ്സണൽ ലോണിനായിരിക്കും തുടങ്ങുന്നത്, അത് കഴിഞ്ഞ് ക്രെഡിറ്റ് കാർഡ് ലോണായി, അത് കഴിഞ്ഞ് പിന്നെ വെഹിക്കിൾ ലോണായി, പിന്നെ ഒരു ഗോൾഡ് ലോണായി, പിന്നെ അത് ഹോം ലോൺ ആവും. ഇങ്ങനെ പിന്നീട് EMI അടയ്ക്കാനായിട്ട് ലോൺ എടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറും. അതിനാണ് നമ്മൾ ലോൺ ട്രാപ്പ് എന്ന് പറയുന്നത്. നമ്മളൊരു വിഷ്യസ് സൈക്കിളിലേക്ക് പതുക്കെ പതുക്കെ പോവാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പോവാതിരിക്കാം, അതുപോലെ തന്നെ ലോൺ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ലോൺ എടുക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഞാൻ തെറ്റാണെന്ന് ഒരിക്കലും പറയില്ല. ലോൺ എടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ലോകത്തിലെ പല സമ്പന്നരും ലോൺ എടുത്തിട്ടാണ് അവർ സമ്പത്ത് ക്രിയേറ്റ് ചെയ്തത്. ഏതെങ്കിലും കമ്പനികളുടെ ക്യാപിറ്റൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, അതിൽ ഇക്വിറ്റിയോടൊപ്പം തന്നെ ഡെപ്റ്റും കാണും. അപ്പൊ അങ്ങനെയാണ് അവരെല്ലാം സമ്പത്ത് ഉണ്ടാക്കുന്നത്. അപ്പൊ ലോൺ എടുക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ ലോൺ എടുക്കുന്നത് എപ്പോഴും ഗുഡ് ഡെപ്റ്റ് അല്ലെങ്കിൽ ഗുഡ് ലോൺ ആയിരിക്കണം. രണ്ട് തരത്തിലുള്ള ലോൺ ഉണ്ട്, ഗുഡ് ഡെപ്റ്റും ബാഡ് ഡെപ്റ്റും. ഗുഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പൈസ വെച്ചിട്ട് ഒരു അസറ്റ് വാങ്ങുന്നു, ആ അസറ്റ് അപ്രീഷിയേറ്റിംഗ് അസറ്റ് ആണ്, അല്ലെങ്കിൽ ആ അസറ്റ് ഇൻകം ജനറേറ്റിംഗ് അസറ്റ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ലോൺ ഒരു ഗുഡ് ലോൺ ആണ്. അതേസമയം നമ്മൾ എടുക്കുന്ന എമൗണ്ട് വെച്ചിട്ട് നമ്മൾ ഒരു ഡിപ്രീഷിയേറ്റിംഗ് അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതൊരു ബാഡ് ഡെപ്റ്റ് ആണെന്ന് പറയാം. ഉദാഹരണത്തിന് ഒരു 25 ലക്ഷത്തിന്റെ ലോൺ എടുത്ത് ഒരു ലക്ഷറി കാറ് വാങ്ങി അതിന്റെ EMI അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു സൈഡിൽ നമ്മുടെ കാറിന്റെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടിരിക്കും, മറ്റേ സൈഡിൽ നമ്മൾ ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ടിരിക്കുന്നു. ഒരു തിരിയുടെ രണ്ട് സൈഡും കത്തുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ തരത്തിലുള്ള ഡെപ്റ്റിനെ നമ്മൾ ബാഡ് ഡെപ്റ്റ് ആയിട്ട് കാണും. അതേസമയം ഒരു ഹൗസിംഗ് ലോൺ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ലോൺ, ഒരു ബിസിനസ് ലോണൊക്കെ നമുക്ക് ആ തരത്തിലുള്ള അസറ്റിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത് ഗുഡ് ഡെപ്റ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഒരു ലോൺ എടുക്കുമ്പോൾ ഗുഡ് ഡെപ്റ്റ് ആണോ ബാഡ് ഡെപ്റ്റ് ആണോ എന്ന് ആലോചിക്കാം. ബാഡ് ഡെപ്റ്റ് ആണെങ്കിൽ രണ്ടാമതൊന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു ലോൺ എടുക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് അതിന്റെ റീപേയിങ് കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കാം. നമുക്കത് തിരിച്ചടയ്ക്കാനുള്ള കഴിവുണ്ടോ? സാധാരണ പേഴ്സണൽ ഫിനാൻസിൽ ഒരു റൂൾ പറയും, ഇൻകത്തിന്റെ 40%-ൽ കൂടുതൽ ടോട്ടൽ എല്ലാത്തിന്റെയും കൂടെ EMI വരാൻ പാടില്ല എന്ന്. അപ്പൊ നമ്മൾ ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്ന EMI-യിൽ പുറമെയാണ് നമ്മൾ പുതിയതായിട്ടൊരു ലോൺ എടുക്കുന്നത്. അതോടെ കൂട്ടി കഴിയുമ്പോൾ നമ്മുടെ EMI ഇൻകത്തിന്റെ 40% മുകളിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള സിറ്റുവേഷൻ വരരുത്. നമുക്ക് എടുക്കാവുന്ന ലോണും നമ്മൾ എടുക്കുന്ന ലോണും തമ്മിൽ ഒരു മാർജിൻ ഓഫ് സേഫ്റ്റി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് റീപേയ്മെന്റ് സാധിക്കുകയുള്ളൂ. അപ്പൊ ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് എപ്പോഴാണ് ഒരു ലോൺ ട്രാപ്പിലേക്ക് പോകുന്നത് നോക്കാം. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഇൻകത്തിന്റെ 40-50% കൂടുതൽ നമ്മുടെ EMI വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പതുക്കെ പതുക്കെ നമ്മുടെ ബുദ്ധിമുട്ടിലേക്ക് ട്രാപ്പിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ നമ്മളൊരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു, ബാങ്ക് അത് നിഷേധിച്ചാൽ തീർച്ചയായിട്ടും എന്തോ പ്രശ്നമുണ്ട്, നമ്മുടെ സിവിൽ സ്കോർ കുറവാണ്, തീർച്ചയായിട്ടും അതും ഒരു ലോൺ ട്രാപ്പിലേക്കുള്ള ഒരു സാധ്യതയാണ്. അതുപോലെ EMI അടയ്ക്കാൻ വേണ്ടി ലോൺ എടുക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതും ലോൺ ട്രാപ്പിലേക്കുള്ള. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇനി നമ്മൾ ഒരു 5 സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും നമ്മൾ ഏത് ഒരു പ്രശ്നത്തെ നേരിടുമ്പോഴും ആ പ്രശ്നത്തിന്റെ വലിപ്പം ആദ്യം എന്താണെന്ന് അറിയണം. അപ്പൊ ഇതിവിടെ നമ്മൾ ലോൺ എങ്ങനെ തിരിച്ചടച്ച് അതിൽ നിന്ന് മോചിതനാകാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ലോണിന്റെ സൈസ് എന്താണെന്ന് അറിയാം. പലരോട് ചോദിക്കുമ്പോൾ ലോൺ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എത്ര ഇൻട്രസ്റ്റ് അടയ്ക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ ആർക്കും ഒരു വ്യക്തമായ രൂപം ഉണ്ടാവില്ല. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് അതൊന്ന് റൈറ്റ് ഡൗൺ ചെയ്യുക. ഒരു പേപ്പർ എടുത്തിട്ട് അത് എഴുതുക, അല്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കുക. അപ്പൊ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെക്കുക ലിസ്റ്റിൽ. ഒന്ന് ടൈപ്പ് ഓഫ് ലോൺ, ഹൗസിംഗ് ലോൺ ആണോ വെഹിക്കിൾ ലോൺ ആണോ, അങ്ങനെ ആ ടൈപ്പ് ഓഫ് ലോൺ. രണ്ടാമത് വേണ്ടത് അതിന്റെ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ്. മൂന്നാമത് വേണ്ടത് അതിന്റെ EMI എത്രയാണ്. നാലാമത്തെ കോളത്തിൽ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്. അഞ്ചാമത്തെ കോളത്തിൽ ഇനി എത്ര EMI കൂടെ ബാക്കിയുണ്ട്. അപ്പൊ അങ്ങനെ 5 കോളം എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു ധാരണയായി. അതൊന്ന് ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഇത് വെച്ചിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. അതായത് ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ആദ്യം, ഏറ്റവും കൂടിയ ഇൻട്രസ്റ്റ് റേറ്റ് അവസാനം. എന്നിട്ട് 15% മുകളിലാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്നെങ്കിൽ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യുക. അതൊക്കെ കുറച്ച് ഡേഞ്ചർ സൈൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ആ EMI ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കുക. അപ്പൊ EMI നമ്മുടെ ഇൻകത്തിന്റെ 40% കൂടുതലാണോ എന്നുള്ളത് ആദ്യം തന്നെ ചെക്ക് ചെയ്യുക. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ട്രാപ്പിലേക്ക് പോവുകയാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക്
ഔട്ട്സ്റ്റാൻഡിങ് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ലോണിന്റെ വലിപ്പം ഒന്ന് കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ കാര്യങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. അത് നമ്മൾ ഇവിടെ ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നത് ഡെപ്റ്റ് ആവലാഞ്ച് മെത്തേഡ് എന്ന് പറഞ്ഞ സ്ട്രാറ്റജിയാണ്. നമുക്ക് അതിൽ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അറ്റാക്ക് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്ന ലോണിനെയാണ് അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം നമുക്കത് തിരിച്ചടയ്ക്കാൻ നോക്കുക, അതിനെ ഇല്ലാതാക്കാൻ നോക്കുക. ഇപ്പോൾ ഇതിനകത്ത് ക്രെഡിറ്റ് കാർഡ് ലോണാണ് 42% ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആദ്യം അത് റീപേ ചെയ്ത് അതിനെ ഒഴിവാക്കാനായിട്ട് നോക്കുക. അതിന് നമുക്ക് എങ്ങനെ റീപേ ചെയ്യാം? നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ കുറച്ച് അസറ്റ്സ് ഒക്കെ കാണും. ചിലപ്പോൾ ബാങ്കിൽ FD കിടപ്പുണ്ടാവും, ചിലപ്പോൾ കുറച്ച് ഗോൾഡ് ഇരിപ്പുണ്ടാവും, അതുപോലെ തന്നെ ചിലപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ കുറച്ച് പൈസ എടുപ്പുണ്ടാവും, അല്ലെങ്കിൽ ഒരു ചിട്ടി വിളിക്കാനുണ്ടാവും. എന്തൊക്കെയാണെങ്കിലും അത് ഫണ്ട് അറേഞ്ച് ചെയ്തിട്ട് ഈ കൂടിയ ഇൻട്രസ്റ്റ് ഉള്ള ലോണുകൾ പതുക്കെ പതുക്കെ അറ്റാക്ക് ചെയ്ത് അത് ഇല്ലായ്മ ചെയ്തുകൊണ്ട് വരിക. അതാണ് നമ്മൾ ഈ ആവലാഞ്ച് മെത്തേഡിൽ ഉദ്ദേശിക്കുന്നത്. ഈ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു സ്ട്രാറ്റജിയാണ്. ബാങ്കുകൾ ഒരു ഡെപ്റ്റ് കൺസോളിഡേഷൻ ലോൺ കൊടുക്കാറുണ്ട്. ഡെപ്റ്റ് കൺസോളിഡേഷൻ ലോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ 15% കൂടുതലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ലോണുകൾ നമുക്ക് ബാങ്ക് ഏതെങ്കിലും ലെൻഡറായിട്ട് സംസാരിച്ച് അതെല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് അവരൊരു ലോൺ തരികയാണെങ്കിൽ, അതിലും കുറഞ്ഞ റേറ്റിൽ ഒരു ലോൺ തരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ലോൺ റേസ് ചെയ്യാം. എന്നിട്ട് ഈ ലോണുകളിലേക്ക് അത് അടച്ചിട്ട് അത് ഒറ്റ ലോണാക്കി മാറ്റാം. അതിനുള്ള സൗകര്യം പല ലെൻഡേഴ്സും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന സൗകര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 3-4 ലെൻഡേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്നതിന് പകരം നമുക്ക് ഒരു ലെൻഡറുമായിട്ട് ഡീൽ ചെയ്താൽ മതി, ഒറ്റ EMI അടച്ചാൽ മതി. ആ EMIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും, അതുപോലെ തന്നെ EMIയും കുറവായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ നമ്മൾ നോക്കുക. ഡെപ്റ്റ് കൺസോളിഡേഷൻ വഴി നമുക്ക് ഈ പറയുന്ന EMI കുറയ്ക്കാൻ പറ്റും, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റും കുറയ്ക്കാൻ പറ്റും. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നത് ഒന്ന് ബഡ്ജറ്റിംഗ് ആണ്. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഒന്ന് നോക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഒരു ഇക്വേഷൻ, ഇൻകം മൈനസ് എക്സ്പെൻസസ് ഈസ് ഈക്വൽ ടു സേവിങ്സ്. അപ്പൊ ഇവിടെ ഒരു ലോൺ ഉള്ളപ്പോൾ ഒരു കോമ്പണന്റോടെ ഇതിനകത്ത് വരും ഇൻകം മൈനസ് EMI മൈനസ് എക്സ്പെൻസസ് ഈക്വൽ ടു സേവിങ്സ്. ഇതിൽ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ ഇൻകവും എക്സ്പെൻസസും ആണ്. അതായത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു പദ്ധതി തയ്യാറാക്കി നമ്മുടെ ഡെപ്റ്റ് ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കുറച്ച് ഈ കാര്യത്തിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഏതിലൊക്കെ? അതായത് ഇൻകം കൂട്ടുന്ന എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കണം. ഏത് പ്രൊഫഷനിലാണെങ്കിലും അവിടെ നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇൻകം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്പെൻസസ് നമുക്ക് കുറയ്ക്കാവുന്ന എന്തൊക്കെ എക്സ്പെൻസസ് ഉണ്ട്. എക്സ്പെൻസ് നമുക്കറിയാം, നെസസറി എക്സ്പെൻസും ഉണ്ട്, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസസും ഉണ്ട്. ഇതിൽ ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസസ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഏതെങ്കിലുമൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന മിച്ചം വയ്ക്കുന്ന എമൗണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ ആവലാഞ്ച് മെത്തേഡിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് തിരിച്ചടയ്ക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് അഡീഷണൽ EMI എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ്. അതായത് നമ്മൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ലോണിന്റെ സ്വഭാവം മനസ്സിലാവണം. അതായത് ഇപ്പോൾ ഒരു ഹൗസിംഗ് ലോൺ എടുക്കുകയാണെന്ന് വയ്ക്കാം. ഹൗസിംഗ് ലോൺ ഒരു 10 ലക്ഷത്തിന്റെ ഹൗസിംഗ് ലോൺ, ഒരു 20 വർഷം ടേം, ഒരു 10% ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഒരു മാസം അടയ്ക്കേണ്ട EMI ഏകദേശം 10,000 രൂപയായിരിക്കും. 10,000 താഴെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ 10-20 വർഷം കൊണ്ട് ഏകദേശം 23-24 ലക്ഷം രൂപ തിരിച്ചടയ്ക്കും. 10 ലക്ഷമാണ് ലോണെങ്കിൽ 24 ലക്ഷം അഡീഷണൽ ആയിട്ടൊരു 14 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ അടയ്ക്കും. ആ ഇൻട്രസ്റ്റ് എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്ത. അതിനുള്ള ഒരു വഴി നമ്മൾ എപ്പോഴും ലോൺ തിരിച്ചടയ്ക്കുമ്പോൾ ആദ്യ വർഷങ്ങളിൽ നമ്മുടെ EMIയുടെ ഭൂരിഭാഗവും പോകുന്നത് ഇൻട്രസ്റ്റിലേക്കായിരിക്കും. ഇപ്പൊ ഈ കേസിൽ നമുക്ക് കാണാം, ആദ്യ വർഷം നമ്മൾ 10,000 വെച്ച് 12 തവണ 1,20,000 രൂപയാണ് ആദ്യ വർഷം അടയ്ക്കുന്നത്. അതില് ഇൻട്രസ്റ്റ് എത്ര വരും എന്ന് നോക്കിയാൽ 10 ലക്ഷത്തിന്റെ 10%, ആദ്യ വർഷം വരുന്നത് 10 ലക്ഷത്തിന്റെ 10%-മായ 1 ലക്ഷം രൂപ. അതായത് 1,20,000 നമ്മൾ അടയ്ക്കുമ്പോൾ 1 ലക്ഷം രൂപയും പോകുന്നത് ഇൻട്രസ്റ്റിലേക്കാണ്. ബാക്കി 20,000 രൂപ മാത്രമേ പ്രിൻസിപ്പളിലേക്ക് പോവുള്ളൂ. അതായത് ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ പ്രിൻസിപ്പളിൽ വരുന്ന കുറവ്, ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പളിൽ വരുന്ന കുറവ് ഒരു 20,000 രൂപ മാത്രമായിരിക്കും. അതായത് 9,80,000 രൂപയായിരിക്കും. അപ്പൊ അടുത്ത വർഷം ഈ 9,80,000-ന്റെ 10%-മായ 98,000 രൂപയായിരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നത്. അങ്ങനെ ആദ്യ വർഷങ്ങളിൽ നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് മെയിനായിട്ട് EMIയിൽ നിന്ന് പോകുന്നത്. അപ്പോൾ പ്രിൻസിപ്പൾ വളരെ കുറയുള്ളൂ ആദ്യകാലം. പിന്നീടാണ് പതുക്കെ ലാസ്റ്റ് ആകുമ്പോഴാണ് പ്രിൻസിപ്പൽ റീപേയ്മെന്റ് കൂടുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പൾ കുറയുന്നതനുസരിച്ച് ഇൻട്രസ്റ്റ് പോർഷൻ കുറയുകയും പ്രിൻസിപ്പൾ കൂടുകയും ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ഈ 12 EMI അടയ്ക്കുന്നതിന് പകരം കഴിയുമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ബഡ്ജറ്റിങ്ങിലൊക്കെ നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ വെച്ച് കുറച്ച് മിച്ചം വെക്കുകയാണെങ്കിൽ നമുക്കൊരു അഡീഷണൽ EMI കൂടി അടയ്ക്കാൻ പറ്റുകയാണെങ്കിൽ,
12-ന് പകരം 13 അടച്ചാൽ ഒരു അഡീഷണൽ EMI കൂടെ അടയ്ക്കുകയാണെങ്കിൽ ആ EMI മുഴുവനായിട്ട് നമ്മുടെ പ്രിൻസിപ്പളിലേക്ക് പോവുകയും അതുവഴി അടുത്ത വർഷത്തെ ഇൻട്രസ്റ്റിലേക്ക് പോകുന്ന കോമ്പണന്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ എക്സാമ്പിളിൽ ഈ 10,000 രൂപ വെച്ചിട്ട് മാസം അടയ്ക്കുന്ന 20 വർഷം അടയ്ക്കുന്ന എക്സാമ്പിളിൽ നമുക്ക് ആ ടേം 20 വർഷത്തെ ടേം ഒരു 16 വർഷത്തിൽ താഴെയാക്കി കുറയ്ക്കാനായിട്ട് സാധിക്കും. അതായത് 4 വർഷം നമുക്ക് കുറച്ച് കിട്ടും. ഇത് നമുക്ക് 2 EMI ആക്കിയാലോ അതിലും കുറവായിട്ട് ടേം കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ അത് ആ ഒരു അപ്രോച്ചും കൂടെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. കഴിയുന്നതും എക്സ്പെൻസസ് കുറച്ചുകൊണ്ട് നമുക്കൊരു അഡീഷണൽ EMIയോ ഒരു 2 അഡീഷണൽ EMIയോ അടച്ചുകൊണ്ട് ഇതുപോലെയുള്ള ഹൗസിംഗ് ലോൺ പോലെയുള്ള വലിയ ലോണുകൾ തിരിച്ചടവിന്റെ ടേം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ സ്റ്റെപ്പുകൾ നമ്മൾ പൂർണ്ണമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ പുതിയ ലോണുകൾ എടുക്കുന്നത് ഒഴിവാക്കുക. പുതിയ ലോൺ എടുക്കുന്ന സാഹചര്യം ഞാൻ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ ഓർത്തുകൊണ്ട്, അതായത് ഗുഡ് ഡെപ്റ്റ് ആണെങ്കിൽ മാത്രം പുതിയ ലോൺ എടുക്കുക, നമുക്ക് അടച്ചു തീർക്കാവുന്ന ഒരു പൊസിഷനിലാണെങ്കിൽ മാത്രം പുതിയ ലോൺ എടുക്കുക. അങ്ങനെ ആ 2 പ്രിൻസിപ്പിൾസ് ഓർത്തുകൊണ്ട് ഈ പറയുന്ന സ്റ്റെപ്പുകൾ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ലോണുകളിൽ നിന്ന് പതുക്കെ മുക്തി നേടാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഒരു കാര്യം ഓർക്കുക, നമ്മൾ അവലാഞ്ച മെത്തേഡിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഡെപ്റ്റ് തിരിച്ചടയ്ക്കുമ്പോഴും ഒരു കാരണവശാലും മറ്റ് ലോണുകളുടെ EMI അടയ്ക്കാതിരിക്കരുത്. അത് അടയ്ക്കാതിരുന്നാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ മാസവും കൃത്യമായിട്ട് EMI അടച്ചുകൊണ്ട് പോയാൽ നമുക്ക് ഇതേപോലെ ലോണിന്റെ ഈ ട്രാപ്പിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ഇതുപോലെയുള്ള അവസ്ഥയിലുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ജോളി പീറ്റർ, ഫിനാൻസ് ഫസ്റ്റ് യൂട്യൂബ് ചാനൽ.